ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് വലിയവനായ ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുന്നു. സോണാപൂർ പ്രയർ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിലും അല്ലാതെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാത്മീക മുന്നേറ്റം ആഗ്രഹിക്കാത്തവരായി ആരും കാണത്തില്ല. സ്തോത്രം. എന്നാൽ പലപ്പോഴും അത് പ്രാപിച്ചെടുക്കുവാൻ, വേണ്ട വിധത്തിൽ പ്രാപിച്ചെടുക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു നിമിഷം നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മാനുഷികമാവുന്ന ശ്രമങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വിചാരിച്ചാലും അപ്രകാരമുള്ള ഒരു ആത്മീക മുന്നേറ്റമോ അല്ലെങ്കിൽ ആത്മീക അനുഭവമോ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കത്തില്ല. സ്തോത്രം. അതിന് നാം വ്യക്തിപരമായി ദൈവസന്നിധിയിൽ സമയത്തെ ചെലവഴിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാനും അല്ലെങ്കിൽ മാറ്റുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകുന്നു എങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാനും സാധിക്കും. ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവൻ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് പേരോട് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റും, അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാറ്റിലും ഉപരി വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തോട് അടുക്കുവാനും നമുക്കിടയാകുന്നുവെങ്കിൽ ഒരാത്മീകമാകുന്ന മുന്നേറ്റം അല്ലെങ്കിൽ ദൈവിക അനുഭവങ്ങളെ പ്രാപിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലായിത്തീരുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ എത്രത്തോളം ഇരിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നാം ഇരിക്കുക. പലപ്പോഴും നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് ചെയ്തിട്ട് ഒരു ചടങ്ങായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകും. അങ്ങനെയല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നാം സമയം കണ്ടെത്തുക. ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് നാം കേൾക്കുവാൻ ശ്രമിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അപ്രകാരം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാനിടയാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും നമുക്കിടയാകും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ വ്യക്തിപരമായി പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ട നിലയിൽ ആത്മീകമായി മുന്നേറുവാനോ ബലപ്പെടുവാനോ സാധിച്ചിട്ടില്ല എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ അധികം സമയം ചെലവഴിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഇടയാകണം. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് നാം വ്യക്തിപരമായ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. നമ്മൾ സ്വയം നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചാൽ ഒരു പക്ഷെങ്കിൽ കുറവുകളെ കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ
അതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ മാനുഷികമാകുന്ന ചില ശ്രമങ്ങൾ കൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ശോധന ചെയ്യുവാൻ നമുക്കിടയാകും. ദൈവസന്നിധിയിൽ നാം വ്യക്തിപരമായി ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, വ്യക്തിപരമായി ഇരിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാനിടയാകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വ്യക്തിപരമായി ഇരിക്കുമ്പോൾ ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാനിടയാകും. അങ്ങനെ നാം പ്രാപിച്ചെടുക്കുന്ന ദൈവിക അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിനുവേണ്ടി സമയത്തെ ചെലവഴിക്കുവാൻ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം ആത്മീകമായി ബലപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി സമയത്തെ ചെലവഴിക്കുവാൻ നാം തയ്യാറാകണം. വ്യക്തിപരമായി സമയം കണ്ടെത്തുക. അതിനൊരു ലിമിറ്റ് ചെയ്യുവാനിടയാകരുത്. നമ്മളെല്ലാവരും ഭൗതികമാകുന്ന ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. ഡേ ആൻഡ് നൈറ്റ് ഒരുപോലെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ തിരുവെഴുത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നയാളാണ് ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവ്, ഇസ്രയേൽ 12 ഗോത്രങ്ങളെ ഭരിക്കുന്ന രാജാവ്. തനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് തനിക്ക് ചെയ്തെടുക്കുവാൻ. എങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കടമകളിൽ, തൻ്റെ ജോലി എന്ന് പറയുമ്പം രാജ്യം ഭരിക്കുന്ന ആ ഒരു ജോലി, അവിടെയെല്ലാം ശക്തമായി ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളൊരു പരാജയമായി കാണപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങളൊരു പരാജയമായി കാണപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്താൽ പണിയപ്പെടുവാൻ, ദൈവത്തിന് പ്രാപിച്ചെടുക്കുവാൻ, ദൈവിക അനുഭവങ്ങളാൽ നിറയപ്പെടുവാൻ നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഒരു പരാജയത്തിൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടാതെ ദൈവിക സന്തോഷത്താൽ നിറയപ്പെട്ട് ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് ദൈവകരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളാരുമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നാം തയ്യാറാകണം. അത് വ്യക്തിപരമായി ഇരിക്കുവാൻ നാം തയ്യാറാകണം. അതിന് ഒരു ലിമിറ്റ് വയ്ക്കുവാനിടയാകരുത്. നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത് കൂടുതലായി ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനും ഇടയാകണം. അതിൻ്റെ ആ ഒരു നല്ല അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായി അതിനുവേണ്ടി സമർപ്പിക്കുവാനിടയാകും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ ആത്മീക മുന്നേറ്റത്തിൻ്റെ ദിവസങ്ങളായി മാറ്റപ്പെടട്ടെ. ദൈവിക അനുഭവങ്ങളെ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറ്റപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദിവസങ്ങളായി മാറ്റപ്പെടട്ടെ. ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കുന്ന ദിവസങ്ങളായി മാറ്റപ്പെടട്ടെ. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിലും വലിയ വ്യത്യാസത്തെ വിളിച്ചു വരുത്തും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഔദ്യോഗിക മണ്ഡലങ്ങളിൽ നിങ്ങൾ എങ്ങനെയുമുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, എന്നാൽ ദൈവ സാന്നിധ്യം നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിലേക്ക്, നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുവാനിടയാകും. ദൈവവേലയുള്ള മുഖത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ദൈവശക്തിയാൽ നിറയപ്പെടുക, ദൈവിക അനുഭവങ്ങളാൽ നിറയപ്പെടുക. അത് അനേകർക്ക് അനുഗ്രഹമായി മാറും. ജീവനറ്റ
കഴിഞ്ഞ കാലങ്ങളെ നമുക്ക് മറക്കാം. ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട പുതിയ അനുഭവങ്ങളെ പ്രാപിച്ച്, പുതിയ ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് ശക്തമായി മുന്നേറുവാൻ, തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തിയാൽ ജീവിതം നിറയപ്പെടുവാൻ, നാം മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.